ആ മനു, ഞാൻ അറിഞ്ഞടേ ഓഫീസിൽ മൊത്തം പ്രശ്നം തന്നെയല്ലേ? എടാ ഞാൻ അന്നേ പറഞ്ഞില്ലേ നീ അവനുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകണതാണ് നല്ലത്. അപ്പം നീ കേൾക്കില്ല. അപ്പം എന്തിനായി? നീ അന്ന് അവൻ്റെ അമ്മ ആശുപത്രി കിടന്നപ്പോൾ നീ പോയി ബില്ലടക്കിയേക്കും എന്തൊക്കെ പരിപാടിയായിരുന്നു. ഈ രമേശ് അന്നേ നിന്നോട് പറഞ്ഞത് നീ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങളും പോയി ഇടപെടരുതെന്ന്. എന്തായി? ഇപ്പം നീ ഒറ്റപ്പെട്ട അവിടെ നീ പൈസ കൊടുത്ത് സഹായിച്ചു, വേറെ എന്തെല്ലാം നീ ബൈക്കിൽ പോയി വിളിച്ചുകൊണ്ട് വരൊക്കെ എന്തൊക്കെ പരിപാടിയായിരുന്നു. നിനക്ക് മനസ്സിലായ? എടാ ഈ രമേശൻ പറയുമ്പോൾ നിനക്കൊന്നും മനസ്സിലാവില്ല. അന്നേ ഞാൻ നിന്നെ പറഞ്ഞതാണ് യുവമാരുമായിട്ടൊക്കെ ഒരു ഡിസ്റ്റൻസ് വേണമെന്ന്. പിന്നെ ഇത് ഞാനൊന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിട്ട്. നീ എന്തുമാത്രം അവനെ സഹായിച്ചിട്ടുള്ളതാണ്. അതെന്തെങ്കിലും ഓർമ്മയുണ്ടായിരുന്നു അവന്? ഒന്നും ഓർമ്മയില്ല. ഇതൊക്കെ തന്നെ കാര്യങ്ങൾ. ഓഹോ, അങ്ങനെയല്ല പറഞ്ഞ? അത് ശരി. അങ്ങനെയൊന്നും ഒരിക്കലും അവൻ പറയാൻ പാടില്ലാത്തതാണ്. കാരണം എടാ നിന്റെ വണ്ടി അവ എത്ര പ്രാവശ്യം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. എടാ അന്നേ ഈ രമേശൻ നിന്നോട് പറഞ്ഞ നീ വണ്ടിയൊന്നും കൊടുക്കരുതെന്ന് നീ കേട്ടാ? അത് തന്നെ നിന്റെ വണ്ടിയും കൊണ്ടുപോയി അവ തുളച്ച്. എടാ ഒരു പ്രാവശ്യം 100 രൂപ വരെ പെട്രോളാണ് മേടിച്ചിട്ടുണ്ടാടാ നിന്റെ വണ്ടിക്ക്. 100 രൂപ വരെ പെട്രോൾ, 100 രൂപ വരെ. ഇതൊക്കെയാണ് രമേശൻ്റെ എല്ലാവരും ദേഷ്യം. ഞാൻ എല്ലാവരുടെയും മുഖത്തുമൊക്കെ ഉള്ള കാര്യം തുറന്നു പറയും. നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി. മനസ്സിലായ? ഞാൻ നീ നാളെ നീ കണ്ടോ എന്തിനാണ് സംഭവിക്കാൻ പോണെന്ന് നീ നോക്കും. മനു, ഞാൻ പറയണത് നാളെ നമുക്ക് നോക്കാം നാളെ എന്താണ് സംഭവിക്കണമെന്ന്. നീ വിടരുത്. ആ ശരി. ഞാനാ ഓഫീസിലെ മനുവും വേറൊരുത്തരും തമ്മിൽ ഭയങ്കര പ്രശ്നം. അതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കണം എനിക്ക്. ഞാൻ രണ്ടുപേരുടെയും സംസാരിച്ച് ശരിയാക്കാന്ന് വിചാരിച്ചു. ഇനി മനുവിനെ വിളിച്ചു, ഇനി മറ്റവനെ വിളിച്ച് സംസാരിക്കണം. സുരേഷേ, എടാ ഞാൻ മനുവിനെ വിളിച്ചിരുന്നേ. ഞാൻ അറിഞ്ഞു ഓഫീസിൽ വെച്ച്. അപ്പം ഞാൻ വെറുതെ വിളിച്ചപ്പോൾ അവൻ വയലൻ്റ് ആയിട്ട് നിൽക്കണടാ. അയ്യോ ഭയങ്കര വയലൻ്റ് ആയിട്ട് നിൽക്കണം. എന്തിനും നിന്നെ അമ്മ ആശുപത്രി കിടന്നപ്പോൾ സഹായിച്ചു, എന്നിട്ട് നീ അവനെ പട്ടിയെ പോലെയാണ് കണ്ടത്. എടാ ഈ രമേശൻ ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലടാ. രമേശൻ പറയണമെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. അപ്പോഴെന്താ നീ പറഞ്ഞത്? നിങ്ങൾ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് സഹായിച്ചു. അവൻ ഇപ്പം എല്ലാവരുടെയും പറഞ്ഞുകൊണ്ട് നടക്കണില്ലേടാ നീ സഹായിച്ചു എന്ന്. ഇനി അവൻ പറയാൻ ആരുടെയും എല്ലാവരുടെയും. അവിടെ ഞാൻ കേട്ടോണ്ട് വന്നപ്പോൾ അവൻ അവിടെ മറ്റേ അവന്മാരുടെ എല്ലാം പറയണതെല്ലാം കേട്ടോണ്ട് അങ്ങനെയല്ലേ ഞാൻ വിളിച്ചപ്പോഴല്ലേ എൻ്റെ കൂടെയും പറയണത് നിന്നെ അങ്ങനെ സഹായിച്ചു, നിനക്കന്ന് ബിരിയാണി വാങ്ങിച്ചു തന്നു, നീ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് തന്നെ തുറച്ചു. 100 രൂപ വരെ പെട്രോൾ പോലും നീ അടിച്ചിട്ടില്ലെന്നാണ് അവൻ പറയണത്. നാണമില്ലേടാ നിനക്ക്? ഈ കഷ്ടം തന്നെയാണ്. ഞാൻ സംസാരിച്ച് സോൾവ് ചെയ്യണം. ഇങ്ങനെ സോൾവ് ചെയ്ത എല്ലാം സോൾവ് ആവും. അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഒന്നാവുകയാണെങ്കിൽ 2 മുട്ടനാടുകളുടെ ഇടയിൽപ്പെട്ട ചെന്നായുടെ അവസ്ഥയാകും. നടക്കട്ടെ. ചെന്നായ